ഹലോ, ഞാൻ ലിബില്ലി. അപ്പൊ ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. വേറൊന്നല്ല, ഇന്നിപ്പോ ആട് 3യുടെ റിലീസിന്റെ സമയത്ത് അവിടെ വനിതയിൽ വെച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് ആറാട്ടണ്ണെ കൊച്ചിൻചാൻ എന്ന് പറഞ്ഞ ഒരുത്തൻ വന്ന് തല്ലാൻ നോക്കിയതോ അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഞാൻ ആ കാലത്ത് തന്നെ ഞാൻ അപ്പൊ തന്നെ വീഡിയോ ചെയ്തിരുന്നു. കാരണം തെണ്ടിത്തരാണ്. കാരണം തിരിച്ചു തല്ലില്ലെന്ന് ഉറപ്പുള്ള ഒരാളെ പോയി വെല്ലുവിളിക്കാൻ നിൽക്കുന്നത് തന്തയില്ലായ്മത്തരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വീഡിയോ കഴിഞ്ഞ് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം ആയപ്പോ പുള്ളിനെ വിളിച്ചായിരുന്നു. പുള്ളിനെ ഫോൺ വിളിച്ചപ്പോ പുള്ളി പറഞ്ഞത് വൈകുന്നേരം പുള്ളി ഒന്ന് മാപ്പ് പറയും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. കാരണം പുള്ളിയുടെ അടുത്ത് പുള്ളി കണ്ടന്റിന്റെ കാര്യമാണെന്നൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. കാരണം പുള്ളി സാധാരണ ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോ പുള്ളിയുടെ അടുത്ത് പറയാരെങ്കിലൊക്കെ അത് ഇങ്ങനെ ഷോ ഇറക്കും. അപ്പൊ ഒന്ന് കൂടെ എന്നുള്ളൊന്ന് പറയേണ്ടതാണ്, പറയും. ഇതിപ്പോ പുള്ളിയുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല. ആ പുള്ളി അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ സംഭവം അത് തന്നെ സംഭവം കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇപ്പൊ വൈകുന്നേരം അവിടെ കല്ലൂര് എന്നുള്ളതാണ്. കല്ലൂര് വെച്ച് പുള്ളി മാപ്പ് പറയണ ഒരു വീഡിയോ ഒക്കെ വരും എന്ന് പറഞ്ഞു. അതിന്റെ പിന്നിൽ ഈ മീഡിയ നാടുകൾ എന്ന് പറഞ്ഞ കുറെ പേരുണ്ട്. ഈ പുള്ളിക്ക് അതൊന്നും മനസ്സിലാവാനുള്ള ആറാട്ടെണ്ണ അവർക്ക് ആറാട്ടെണ്ണ ഇപ്പോഴും ഞാൻ പറയണു, ആറാട്ടെണ്ണ നിങ്ങളെ വിറ്റ് തിന്നണവന്മാരാണ് ഈ മീഡിയ എന്ന് പറഞ്ഞ തെണ്ടികൾ മൊത്തം. കാരണം ഇന്നിപ്പോ നിങ്ങളെ വനിതയിൽ പോയി, ആ വനിതയിൽ വെച്ച് ഈ ഷോ ഇറക്കിയത് മുഴുവനും ഈ മീഡിയക്കാർക്ക് അറിവുണ്ടായിട്ട് തന്നെയാണ്. അതില് കുറെ മീഡിയ തെണ്ടികളെ പറയിൽ നിന്ന് ചിരിക്കണ വീഡിയോ ഒക്കെ ഞാൻ ഇപ്പൊ കണ്ടിരുന്നു. ഞാൻ കുറച്ചു നേരം മുമ്പ് കണ്ടിരുന്നു. അണ്ണനവിടെ അവൻ തല്ലാൻ വന്നപ്പോഴും തല്ലിപ്പോഴും ഒക്കെ പിറകിൽ നിന്ന് കുറെ നാറുകള് ചിരിക്കണത് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഇത് വെറും ഒരു കണ്ടന്റ് ആണ്, അത് മനസ്സിലാക്കി. അണ്ണനെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കണവരവര്. അതിന്റെ വിഷയം വന്നത് എന്താന്ന് വെച്ചാല് ഇപ്പൊ ആറെണ്ണ ആ സ്ഥലത്തായിരുന്നു. ആ തിയേറ്റർ എത്ര കോടി രൂപ മുടക്കി ആ പുള്ളി അതിന്റെ ഓണർ പുള്ളി ചെയ്ത സ്ഥലമാണ്. എത്ര കോടി മുടക്കി ഉണ്ടാക്കുന്ന ഒരു തിയേറ്ററാണ്. ആ തിയേറ്ററിൽ ഇമാതിരി പേക്കൂത്തൊക്കെ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് ആരായാലും കണ്ടു നിൽക്കില്ല. കാരണം ഇപ്പൊ എത്രാമത്തെ തവണ അണ്ണൻ ആ പുള്ളി പോലീസ് സ്റ്റേഷനിലെ കേസ് കൊടുത്ത് അണ്ണനോട് പിന്നെ അവിടെ തിയേറ്ററിൽ കയറരുതെന്ന് വരെ പറഞ്ഞെന്താ. പക്ഷെ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം പൈസ ഒന്ന് കാണുന്നത് തിയേറ്റർ എന്ന് പറഞ്ഞ മറ്റേ എല്ലാവർക്കും കയറാവുന്ന സംഭവമാണ്. അപ്പൊ അങ്ങനെ കേസ് കൊടുത്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ എന്നാലും ആ പുള്ളിയുടെ മാനസികാവസ്ഥ ഒന്നും ആലോചിക്കണ്ടേ. ഇതിപ്പോ അണ്ണന്റെ അടുത്ത് എത്ര തവണ പറഞ്ഞു, ഇപ്പൊ എത്ര പേരെ പ്രശ്നം. ഇപ്പൊ ഞാനും അണ്ണന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാര്യം പറഞ്ഞാൽ അത് എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഒന്നും ഞാൻ പറയില്ല. കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന കേസല്ലേ. ഞാനും അണ്ണന്റെ അടുത്ത് പ്രശ്നം ഉണ്ടാക്കില്ല തിയേറ്ററിൽ വെച്ച്. പക്ഷെ അത് എന്തുകൊണ്ടാന്നൊക്കെ അങ്ങനെ മനസ്സിലായിട്ടുണ്ട്, എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പിന്നെ അതിനെ കുറിച്ച് ഞാൻ ഇനി ഒന്നും പറയല്ല. എന്തായാലും നമുക്ക് ആ മാപ്പ് പറയുന്ന വീഡിയോ മറ്റേ കൊച്ചി മച്ചാൻ എന്ന് പറഞ്ഞ അവന്റെ മാപ്പ് പറയുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കണ്ട രാജ്യം തോന്നുന്നു അങ്ങനെയുള്ള ഓരോ ഊളകളാണ് വീഡിയോ എടുക്കുന്നത്. കാരണം അങ്ങനെ എനിക്ക് തോന്നണെന്ന് തോന്നുന്നു. കാരണം അത് പറയാൻ കാരണം എനിക്ക് അവരുടെ സൗണ്ട് വ്യക്തമായിട്ട് അറിയാം. കാരണം ഒരിടയ്ക്ക് എന്തൊരു വീഡിയോയില് എന്നെ പറ്റിയൊക്കെ പറയാനുള്ള ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അവന്റെ ആ വേരെന്ന് പറഞ്ഞ അത് ആറെണ്ണം പറഞ്ഞിട്ടാണ് ഞാൻ ആ വേരെന്ന് പറഞ്ഞ ഒരു തുണ്ടുവടം പോലത്തെ ഒരു ഷോർട്ട് ഫിലിമിന്റെ പോസ്റ്റർ പുള്ളിയുടെ വീടിന്റെ മതിലുമ്പോ തന്നെ ഒട്ടിച്ചു. അത് ആറെണ്ണം പറഞ്ഞുകൊണ്ട് മാത്രമല്ല, ആറെണ്ണന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞ കാരണം മാത്രമാണ് ഞാനത് പൊളിച്ചളഞ്ഞത്. അപ്പൊ അതിൽ കയറിയ മറ്റവൻ കയറി ചൊറിഞ്ഞത് ആ കോമഡിന്ന് ഒരു മണ്ണ. ആ കാര്യം ഞാൻ ഇപ്പൊ പറയല്ല. പോട്ടെ. കണ്ട അത് എല്ലാം കൊടുത്ത് ഓൾമോസ്റ്റ് 3 പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഒരാഴ്ച ഞാൻ കണ്ടാണ് തിയേറ്ററിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം എന്താ ഇന്നിപ്പോ അവിടെ ആകുമ്പോ ആട് 3 എന്ന് പറയുമ്പോ അത്രയും വലിയൊരു പടമാണ്. എല്ലാ മീഡിയ തെണ്ടികളും അവിടെ ഉണ്ടാവുന്നു. ഇവരെ അറിയാം, ഈ നിക്കണവനെ അറിയാം. അത് തന്നെ കാരണം, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. കാരണം ഇപ്പൊ പോയി ഒച്ചെടുത്താൽ എങ്ങനെയും വൈറലായാലും ആ ആൾക്കാർ കാണുള്ളൂ. അത് വേറെ കാര്യം. അതാണ് അന്ന് ഒരു അനക്കൊക്കെ ഉണ്ടാക്കി. അപ്പൊ അത് കണ്ടിട്ടാണ് ഇന്നിപ്പോ ഒന്ന് മെക്കിട്ട് കയറി ഇതും കാര്യങ്ങളും. അതന്നെ കാര്യം. കുറച്ച്
മീഡിയ തെളിവുകൾ ഉണ്ടായിരുന്നേ. ഇപ്പൊ ഇത് ഏറ്റവും തമാശ ആൾക്കാർ പറയുന്നത് സ്ക്രിപ്റ്റഡ് ആണ്, പ്ലാൻഡ് ആണ്. അല്ലല്ല, ഇത് പ്ലാൻ അങ്ങനെ കമന്റ്സിൽ ഒന്നുണ്ടോ? എന്താണ് ബ്രോ പ്രശ്നം? എന്താണ് ഇത് സ്ക്രിപ്റ്റഡ് ആണോ? ഇത് ചെറിയ എന്റെ തോന്നല് സന്തോഷമാവാൻ വേണ്ടി ചെയ്തതാണ്. വൈറലാവാൻ വേണ്ടി ഇവന്റെ ഞാൻ ഒന്നും പറയല്ല. ആ കാര്യം മാവ് കിട്ടാൻ അല്ല, ഞാൻ പറയാ ഇത്രയും കോടിക്കണക്കിന് പൈസ മുടക്കി ഒരു സ്ഥലം ഉണ്ടാക്കിയത്. ഇപ്പൊ ഞാൻ പറയല്ല, ഇപ്പൊ ഞാനിപ്പോ ഇത്രയും പറയുമ്പോ നിങ്ങള് എന്തായാലും കമന്റ് പറയും, നീയും ആറെണ്ണ വെല്ലുവിളിച്ചിട്ട് വന്നാലെന്ന് എന്റെ അടുത്തും പറയും. ശരിയാണ്. കാരണം ഞാൻ വെല്ലുവിളിക്കാൻ കാരണം ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയത് വൈറലാവാൻ വേണ്ടി മാത്രമല്ല ഞാൻ ചെയ്തത്. പുള്ളി കാണാണ്ട് ഒരു സിനിമയുടെ റിവ്യൂ പറഞ്ഞപ്പോ എനിക്കത് മോശക്കാരായിട്ട് തോന്നി, ഞാനത് പറഞ്ഞു. കാരണം വെളുപ്പിന് 6 മണിക്ക് എങ്ങാണ്ടായിരുന്നു പടത്തിന്റെ ഇത്. ആ 6 മണിക്ക് എന്റെ വീട് അങ്കമാലിയാണ്. അങ്കമാലിക്ക് അവിടെ എത്തണമെങ്കിൽ 1 മണിക്കൂറിന്റെ അടുത്ത് ട്രാവൽ ചെയ്യണം. അപ്പൊ 4 മണിയായപ്പോ വീട്ടിൽ നിന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടേക്ക് എത്തിയത്. അങ്ങനെ കണ്ട ഞാനും ഈ പടം കാണാണ്ട് റിവ്യൂ പറയണ കണ്ടപ്പോ എനിക്ക് സ്വാഭാവികമായിട്ടും എനിക്ക് കയറി. അതും ഇതേപോലെ മീഡിയാസും ആൾക്കാരും എല്ലാവരും ഉള്ളപ്പോഴല്ല, എല്ലാവരും പോയി കഴിഞ്ഞു. മീഡിയക്കാര് മാത്രം അവിടെ ഉള്ളപ്പോഴാണ്. അത് ഓൾമോസ്റ്റ് കാണാൻ വന്നവരൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ആ കാര്യം പറയണം, അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കും. ഞാൻ വലിയ പുണ്യാളാവണ്ട, നീയും ഇങ്ങനെയൊക്കെ തന്നെയല്ല വന്നതെന്ന് പറയും. എനിക്ക് അതിന്റെ ആവശ്യമില്ല. അതാണ് ഞാൻ ഇപ്പൊ അത് ഒന്ന് ക്ലാരിഫൈ ചെയ്തത്. എനിക്ക് ആറെണ്ണ ഭയങ്കര ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ വേറെ. അതെ പുള്ളി പറയുന്നത് ഉപദ്രവിക്കുന്നത് എന്തിനാണ്. അതെ ശരിയാണ്. കാരണം ഇവന്റെ കുറച്ച് കൂടുതലായിരുന്നു, ഭയങ്കര കൂടുതലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് പെരേലുള്ള വിഷയത്തിൽ തന്നെ ഇവൻ IMA ഹൗസിന്റെ അവിടെ നിന്ന് കട്ടക്കൊണ്ടം തെരുവ് പറഞ്ഞിട്ടാ പോയത്. ഏതൊരാളായാലും അതായത് അത്രയും വലിയ സ്ഥലത്ത് ഇങ്ങനെ തെറി പറഞ്ഞ ബാക്കിയുള്ളവരൊക്കെ കേൾക്കുന്നു ആലോചിക്കണ്ടേ. ഇവൻ സിനിമയിൽ കയറാൻ വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലാണ് ഈ കാണിക്കുന്നത്. കാരണം ഇവനും ഈ സിനിമയുടെ അതിന്റെ ദിവസമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ പറയാം, ആ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എത്ര കോടി രൂപ മുടക്കിയ സാധനം, അതെങ്കിലും നിങ്ങൾ നോക്കണ്ടേ. അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഒരു പബ്ലിക് സ്പേസിൽ പോയി ചെയ്യും. അല്ലാണ്ട് ആ തിയേറ്ററിലേക്ക് അല്ല കയറണ്ട എല്ലാവരും. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള സ്ക്രിപ്റ്റ് ആണോ? അല്ല എന്റെ ഒരു തോന്നൽ വന്നപ്പോ ചെയ്തതാ. ഓക്കെ, പക്ഷെ അത് ഭയങ്കര മോശമായി പോയില്ലേ ബ്രോ? എനിക്കെതിരാണ്. ഇത്ര ഉള്ളു പറയാ. അത് എന്തായാലും കഥയിൽ ചെറ്റത്തരാണ്. ഇത്രയും പൈസ മുടക്കിയ ഒരു സ്ഥലത്തല്ല ഈ മധുര തെണ്ടിത്തരം കാട്ടുന്നത്. ഇത്രയും പറയാനുള്ളൂ. ശരി എന്നാ.